കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 4.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 4.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. ഒന്നുകൂടെ പറയാം, 75 92 93 96 16. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. Welcome to Ultimate Analysis in IGNO മുൻകാല ചോദ്യപേപ്പർ BCOS 186 UG elective. സോ ഇന്ന് നമ്മൾ നോക്കുന്നത് പേഴ്സണൽ സെല്ലിംഗ് ആൻഡ് സെയിൽസ്മാൻഷിപ്പ് എന്നൊരു സബ്ജക്റ്റിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ആണ്. സോ ഈ ഒരു സെഷൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ഈ ഒരു പേപ്പറിന്റെ കോഡ് നമുക്കറിയാം BCOS 186 ആണ്. ആൻഡ് ഈ ഒരു പേഴ്സണൽ സെല്ലിംഗ് ആൻഡ് സെയിൽസ്മാൻഷിപ്പ് എന്ന് പറയുന്ന ഒരു പേപ്പറിൽ നമുക്ക് നമ്മൾ ഈ ഒരു പേപ്പർ എടുക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഈ ഒരു ജൂൺ 2025 എക്സാമിന് വേണ്ടിയിട്ട് ഈ ഒരു ടേം ആൻഡ് എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള ഒരു നമുക്ക് ക്ലിയർ ആയിട്ടുള്ള എങ്ങനെയായിരിക്കും എന്നല്ലെങ്കിൽ ഓരോ നമ്മൾ ഇതിന് പ്രീവിയസ് ആയിട്ടുള്ള അവൈലബിൾ ആവുന്ന ഡാറ്റാസ് ഒക്കെ വെച്ചിട്ട് ഈ ഒരു പേപ്പർ എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമുക്ക് മെയിൻ ആയിട്ടുള്ള പാസ്റ്റ് ഇയേഴ്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ വെച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് അനാലിസിസ് നമ്മളിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ നമുക്ക് റിവിഷൻ കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് സ്റ്റുഡൻസിനും കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും അതേപോലെ നല്ല രീതിയിൽ സ്കോർ ചെയ്യാനും അതേപോലെ എക്സാം അൺസർട്ടനിറ്റി ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ഹെൽപ്ഫുൾ ആയ ഒരു സെഷനാണ് ഈ ഒരു PYQ അൾട്ടിമേറ്റ് അനാലിസിസ് എന്ന് പറയുന്നത്. സോ ഇതിൽ നമ്മൾ ലൈക്ക് ഐഡന്റിഫൈങ് ദി ഹിസ്റ്റോറിക്കൽ ക്വസ്റ്റ്യൻ ട്രെൻഡും മുന്നുള്ള ട്രെൻഡും അതേപോലെ റിക്കറിംഗ് ആയിട്ടുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണ്, അതേപോലെ പ്രോബബിൾ ഹൈ വെയിറ്റേജ് ആയിട്ടുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണ് ആൻഡ് അങ്ങനെയുള്ള ഈ ഒരു രീതിയിലൊക്കെ നമുക്ക് ഈ ഒരു സെഷൻ പോകുന്നുണ്ട്. സോ ഇതെല്ലാം ഈ ഒരു സെഷൻ നല്ല രീതിയിൽ നിങ്ങൾ കണ്ട് മനസ്സിലാക്കി നല്ല രീതിയിൽ നിങ്ങളുടെ റിവിഷൻ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നല്ല രീതിയിൽ ഈ ഒരു പേപ്പർ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. സോ ഈ ഒരു ഡോക്യുമെന്റ് റോഡ് മാപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഫസ്റ്റ് സിലബസ് മാപ്പിംഗ് ഉണ്ട്. സോ ബ്ലോക്ക് വൈസ് നമ്മൾ സിലബസിന്റെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നുണ്ട്. ആൻഡ് അതിൽ നമുക്ക് ഓരോ ടോപ്പിക്സും അതേപോലെ ഹൈലൈറ്റ് ചെയ്യുന്ന ഏരിയാസും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. പിന്നെ എക്സാം പാറ്റേൺ അനാലിസിസ് ആണ്. സോ ഇതിൽ നമ്മൾ ക്വസ്റ്റ്യൻ ഫോർമാറ്റിന്റെ ഒരു ഓവർവ്യൂ അതേപോലെ വെയിറ്റേജിന്റെ കാര്യങ്ങളും ഓവർ ദി ഇയേഴ്സിൽ നമുക്ക് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയായിരുന്നു എന്നുള്ളതൊക്കെ നോക്കുന്നുണ്ട്. പിന്നെ റിക്കറിംഗ് ക്വസ്റ്റ്യൻസ് റിവ്യൂ ആണ്. സോ ഇതിൽ നമ്മൾ മസ്റ്റ് സ്റ്റഡി ടോപ്പിക്സും കാര്യങ്ങളൊക്കെ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രൊഡിക്ഷൻസ് ആണ്. സോ ഇതിൽ നമ്മൾ മെയിനായിട്ട് പ്രൊഡിക്ഷൻ ബേസിൽ ഫ്രീക്വൻ്റ്ലി വന്നിട്ടുള്ള അല്ലെങ്കിൽ മുന്നുള്ള ട്രെൻഡ് വെച്ചിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് പ്രൊഡിക്ഷൻ കാര്യങ്ങൾ അല്ലെങ്കിൽ നല്ല കൂടുതലായിട്ട് ചോദിക്കാൻ ചാൻസ് പ്രോബബിലിറ്റി ഉള്ള ടോപ്പിക്സ് ഏതൊക്കെയാണ് എന്നുള്ളതും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ മോക്ക് പ്രൊഡക്റ്റീവ് പേപ്പർ ഉണ്ട്. സോ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഒരു ആൻറ്റിസിപ്പേറ്റഡ് ടോപ്പിക്സും അല്ലെങ്കിൽ ഒരു പ്രീവിയസ് എക്സാം പാറ്റേൺസ് ഒക്കെ വെച്ചിട്ട് ഒരു ആൻറ്റിസിപ്പേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് വെച്ചിട്ട് ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ എൻഡിൽ. ആൻഡ് മോഡൽ ആൻസേഴ്സ് ആൻഡ് മാർക്കിംഗ് സ്കീമാണ്. സോ ഇതിൽ ഹൈ സ്കോറിംഗ് ആയിട്ടുള്ള എങ്ങനെ നമ്മൾ ഹൈ സ്കോറിംഗ് കാര്യങ്ങളൊക്കെ എങ്ങനെ നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പോൾ ഓരോ മാർക്കിനും എത്ര എഴുതണം, എങ്ങനെ ടൈം മാനേജ് ചെയ്യണം എന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആൻഡ് മെത്തഡോളജി കോൾ ഔട്ട് ആണ്. സോ ഇതിൽ നമ്മൾ മൾട്ടിപ്പിൾ ഇയേഴ്സിൽ വരുന്ന ടേം ആൻഡ് എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു സെഷൻ മുന്നോട്ട് പോകുന്നത്. സോ അത് വെച്ചിട്ട് നമുക്കൊരു പ്രഡിക്ഷൻ ആണ് നമ്മൾ ഈ ഒരു സെഷനിൽ ചെയ്യുന്നത്. സോ ഇതിൽ ഫസ്റ്റ് സിലബസ് മാപ്പിംഗ് ബൈ ബ്ലോക്ക് യൂണിറ്റ് ആൻഡ് ടോപ്പിക് വിത്ത് എക്സാം റെലവൻസ് ആണ്. സോ ഇവിടെ നമുക്കൊരു ബാർ ചാർട്ട് തന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് ബ്ലോക്ക് വൈസ് ഡിസ്ട്രിബ്യൂഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് ഓരോ ബ്ലോക്കിലും എത്രയൊക്കെ രീതിയിൽ നമ്മളിപ്പോൾ ഇതിലെടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് 2022 to 2024 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ വെച്ചിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. 4 ബ്ലോക്കിലും ചെയ്തിട്ടുണ്ട്. ആൻഡ് ഹീറ്റ് മാപ്പ് സമ്മറി ഉണ്ട്. സോ ഇതിൽ നമുക്ക് ക്വസ്റ്റ്യൻ ഫ്രീക്വൻസി ബൈ ബ്ലോക്ക് ആൻഡ് യൂണിറ്റ് ആണ്. സോ ഇതിൽ നമുക്ക് അറിയാം ദാറ്റ് ഈസ് ബ്ലോക്ക് 1ലും അതേപോലെ ബ്ലോക്ക് 2, ബ്ലോക്ക് 3, ബ്ലോക്ക് 4ലൊക്കെ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ്റെ ഫ്രീക്വൻസിയും കാര്യങ്ങളും നമ്മൾ ഈ ഒരു പിക്ചറിൽ കൊടുത്തിട്ടുണ്ട്. സോ ഇനി നമുക്ക്
ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ദാറ്റ് ഇസ് ബ്ലോക്ക് 1 നമുക്ക് നോക്കുകയാണെങ്കിൽ പേഴ്സണൽ സെല്ലിംഗ്, അതേപോലെ അതിന്റെ കൺസെപ്റ്റ്, ക്യാരക്ടറിസ്റ്റിക്സ്, ഒബ്ജക്റ്റീവ്സ്, പ്രോസസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ അത് യൂണിറ്റ് 1 വരുന്നതാണ്. സോ ഇത് നമ്മൾ ഏകദേശം ഒരു 7 പ്രാവശ്യം അല്ലെങ്കിൽ 7 പ്രാവശ്യം ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ അപ്പിയർ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഹൈ റെലവൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അത് യൂണിറ്റ് 1 എന്നാണ് ഉള്ളത്. പിന്നെ ബ്ലോക്ക് 1 യൂണിറ്റ് 2 നമുക്ക് സെയിൽസ്മാൻഷിപ്പിനെ കുറിച്ച് വരാറുണ്ട്. സോ അതിന്റെ ടൈപ്സ്, സിഗ്നിഫിക്കൻസ്, റോള്, ക്രിയേറ്റീവ് സെയിൽസ്മാൻഷിപ്പിനെ കുറിച്ചൊക്കെ നമുക്ക് യൂണിറ്റ് 2 ടോപ്പിക്ക് ചോദിച്ചിട്ടുണ്ട്. ആ ഒരു 6 ടൈംസോളം ആ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതും ഒരു ഹൈ റെലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. പിന്നെ ബ്ലോക്ക് 1 യൂണിറ്റ് 3 സെയിൽസ് മാനേജ്മെന്റ്, അതിന്റെ മീനിങ്, പ്രോസസ്, സ്കോപ്പ്, ട്രെൻഡ്സ് ഒക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. സോ അതൊരു 5 പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. ഒരു മീഡിയം റെലവൻ്റ് ആയിട്ട് വരുന്നതാണ്. പിന്നെ ബ്ലോക്ക് 1 യൂണിറ്റ് 4 സെയിൽസ് ഫോഴ്സ് മാനേജ്മെന്റ്, അതിൽ നമുക്ക് റിക്രൂട്ട്മെന്റ്, ട്രെയിനിങ്, കോമ്പൻസേഷൻ ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നൊരു ക്വസ്റ്റൻ ആണ്. സോ അതൊരു 4 ടൈംസോളം ചോദിച്ചിട്ടുണ്ട്. ലോ റെലവൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. പിന്നെ ബ്ലോക്ക് 2 നമ്മൾ പോകുന്ന സമയത്ത് യൂണിറ്റ് 5 ബൈയിങ് മോട്ടീവ്സിനെ കുറിച്ചാണ്. സോ അതിന്റെ മീനിങ്, ടൈപ്സ്, അതിന്റെ അപ്ലിക്കേഷൻസ് കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. ഒരു 4 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. ലോ റെലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. പിന്നെ ബ്ലോക്ക് 2 യൂണിറ്റ് 6 നോക്കുകയാണെങ്കിൽ ബയർ ബിഹേവിയർ ആണ്. സോ അതിന്റെ കൺസെപ്റ്റ്, ഡിഫറൻസ് ഫ്രം കൺസ്യൂമർ, ഫാക്ടേഴ്സും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതൊരു 5 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഒരു മീഡിയം റെലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. പിന്നെ ബ്ലോക്ക് 2 യൂണിറ്റ് 7 സെയിൽസ് ഫോഴ്സ് മോട്ടിവേഷൻ, അതിൽ മാസ്ലോസ്, അതേപോലെ ടെക്നിക്സ്, മോട്ടിവേറ്റേഴ്സിനെ കുറിച്ചൊക്കെ അതിൽ വരുന്നുണ്ട്. 3 ടൈംസ് ആണ് അത് അപ്പിയർ ആയിട്ടുള്ളത്. ഒരു ലോ റെലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇനി ബ്ലോക്ക് 3 നമ്മൾ നോക്കുന്ന സമയത്ത് യൂണിറ്റ് 8 സെയിൽസ് പ്രോസസ്, അതിന്റെ സ്റ്റെപ്സ്, പ്രോസ്പെക്ടിങ്, ക്വാളിഫയിങ്, ഒബ്ജെക്ഷൻസും കാര്യങ്ങളൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത് വരുന്നത്. ഒരു 7 പ്രാവശ്യത്തോളം ചോദിച്ചിട്ടുണ്ട്. ഹൈ റെലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. പിന്നെ വരുന്നത് ബ്ലോക്ക് 3 യൂണിറ്റ് 9 ആണ്. അതിൽ പ്രസന്റേഷൻ ആൻഡ് ഡെമോൺസ്ട്രേഷൻ, അപ്പോൾ അതിന്റെ എസെൻഷ്യൽസും അതിന്റെ സ്ട്രാറ്റജീസും കാര്യങ്ങളൊക്കെയാണ് 5 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഒരു മീഡിയം റെലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. പിന്നെ ബ്ലോക്ക് 3 തന്നെ യൂണിറ്റ് 10 സെയിൽസ് ക്ലോസിങ്ങിനെ കുറിച്ചാണ്. അതിന്റെ ടെക്നിക്സും, ക്യൂസും, ട്രയൽ ക്ലോസും കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. ഒരു 6 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. സോ അതൊരു ഹൈ റെലവൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. പിന്നെ ബ്ലോക്ക് 4 യൂണിറ്റ് 11 നമുക്ക് റിപ്പോർട്ട്സ് ആൻഡ് ഡോക്യുമെന്റ്സിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. സോ അത് ടൈപ്സ്, അതിന്റെ സെയിൽസ്, മാനുവൽ ഫീച്ചേഴ്സ് ഒക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. 3 ക്വസ്റ്റ്യൻ പേപ്പർ 3 പ്രാവശ്യമായിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഒരു ലോ റെലവൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. പിന്നെ ബ്ലോക്ക് 4 നോക്കുകയാണെങ്കിൽ യൂണിറ്റ് 12 എടുക്കുമ്പോൾ എത്തിക്സ് ഇൻ സെല്ലിംഗ്, അതിന്റെ നേച്ചർ, അതിലുണ്ടാവുന്ന ലീഗൽ ഇഷ്യൂസ്, കോംപ്ലയൻസും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. 2 പ്രാവശ്യം ചോദിച്ചിട്ടുള്ളൂ. ലോ റെലവൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. പിന്നെ ബ്ലോക്ക് 4 യൂണിറ്റ് 13 സ്കിൽസ് ഓഫ് സെയിൽസ് പേഴ്സൺ, അതിലിപ്പോൾ ലിസണിങ്, കമ്മ്യൂണിക്കേഷൻ, ഓർഗനൈസേഷൻ ഒക്കെയാണ് വരുന്നത്. സോ അത് നമുക്ക് 2 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ലോ റെലവൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. പിന്നെ ബ്ലോക്ക് 4 നോക്കുമ്പോൾ യൂണിറ്റ് 14 കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതിന്റെ റോൾസ്, ചേഞ്ചിങ് ക്രൈറ്റീരിയ, മെഷേഴ്സും കാര്യങ്ങളൊക്കെയാണ് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലാണ് അത് കണ്ടിട്ടുള്ളത്. സോ ലോ റെലവൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. സോ ഇതിന്റെ ഈ ഒരു സ്കോറിംഗ് റൂൾ നമ്മൾ കൊടുക്കുന്നത് ദാറ്റ് ഈസ് ലെസ് ദാൻ 5 ആയിട്ട് നമ്മൾ ലോ അപ്പിയറൻസ് ആയിരിക്കും. അതേപോലെ 5 to 9 എന്ന് പറയുന്നതാണ് മീഡിയം അപ്പിയറൻസ് ആയിട്ട് പറയുന്നത്. പിന്നെ 10+ പറയുന്നത് ഹൈ അപ്പിയറൻസ് ആയിട്ടാണ് സ്കോറിംഗ് റൂൾസ് വരുന്നത്. നമുക്ക് കീ ഇൻസൈറ്റ് ബോക്സ് നോക്കാം. ദാറ്റ് ഇസ് ഇതിൽ ടോപ്പ് 3 ഹൈ ഈൽഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. സോ ഇത് മസ്റ്റ് ആയിട്ട് നിങ്ങൾ കവർ ചെയ്യേണ്ട ടോപ്പിക്സ് ആണ് ഈ 3 എന്ന് പറയുന്നത്. ഒരിക്കലും നിങ്ങൾ മിസ്സാക്കരുത്. ഈ 3 ടോപ്പിക് എന്തായാലും കവർ ചെയ്യാം. സോ പേഴ്സണൽ സെല്ലിംഗ്, അതിന്റെ കൺസെപ്റ്റ്, പ്രോസസ്സ്, ഒബ്ജക്റ്റീവ്സ് ആണ് വരുന്നത്. സോ ഇത് ഒരുവിധം എല്ലാ സെഷൻസിലും ചോദിച്ചിട്ടുണ്ട്. ഒരു ഫുൾ ലെങ്ത് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ലെവലിൽ വരുന്ന ഒരു ക്വസ്റ്റൻ ആണ്. സോ ഇത് പ്രോപ്പറായിട്ട് എന്തായാലും ഈ ഒരു ക്വസ്റ്റൻ നോക്കുക. സെക്ഷൻ എയിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. പിന്നെ സെയിൽസ് പ്രോസസ് ആൻഡ് ക്ലോസിംഗ് ടെക്നിക്സ് ആണ്. സോ ഇതിൽ നമ്മൾ അതിന്റെ പ്രോസ്പെക്ടിങ്ങും അതേപോലെ ഒബ്ജക്ഷൻ ഹാൻഡ്ലിംഗ്, അതിന്റെ ക്ലോഷർ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു പ്രോസസ്സും സ്റ്റെപ്പ് വൈസ് അതിന്റെ പ്രോസസ്സും കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്യുന്ന രീതിയിലുള്ളൊരു ക്വസ്റ്റൻ ആയിരിക്കും ഈ ഒരു സെയിൽസ് പ്രോസസ് ആൻഡ് ക്ലോസിംഗ് ടെക്നിക്കിലുള്ളത്. പിന്നെ ക്രിയേറ്റീവ് സെയിൽസ്മാൻഷിപ്പ് ടൈപ്സ് ആണ്. സോ ഇത് ഡയറക്റ്റ്ലിയും അല്ലെങ്കിൽ അപ്ലൈഡ് ആയിട്ടുള്ള രീതിയിൽ, അല്ലെങ്കിൽ കേസസ് ഒക്കെ ആയിട്ടും ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. സോ ഇതിന്റെ ആ ഒരു കൺസെപ്റ്റ്, ക്ലാരിറ്റി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കാണിക്കണം. കറക്റ്റ് ആയിട്ട് അത് ക്ലാരിറ്റിയോടുകൂടി ആ ഒരു കൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യണം. സോ ഈ 3 ടോപ്പിക്കും എന്തായാലും മിസ്സാക്കാതെ ഡെഫിനറ്റ് ആയിട്ട് ഈ 3 ടോപ്പിക്കും കവർ ചെയ്യാം.
അടുത്തത് കോംപ്രിഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ് ആണ്. സോ ഇതിൽ നമ്മൾ ഒരു ഓട്ടോമാറ്റിക് ക്വസ്റ്റ്യൻ ടൈപ്പ് ഡിസ്കവറി നോക്കാം. അപ്പോൾ ഇതിൽ ഡിസ്റ്റിങ് ക്വസ്റ്റ്യൻ ഫോർമാറ്റ്സ് ഏതൊക്കെയാണ് ഫോർമാറ്റ് എന്നുള്ളത് നോക്കാം. ലോങ് എസ്സേ അല്ലെങ്കിൽ ലോങ് ഫോം എസ്സേ ആയിട്ട് വരുന്നുണ്ട്. സോ അത് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് അല്ലെങ്കിൽ അനലിറ്റിക്കൽ ആയിട്ടാണ് വരുന്നത്. പിന്നെ ഷോർട്ട് നോട്ട് ഓർ ഡെഫിനിഷൻ ആയിട്ട് വരാറുണ്ട്. പിന്നെ കേസ് ബേസ്ഡ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്കെനാരിയോ തന്നിട്ട് അതിനെ റിലേറ്റ് ചെയ്തിട്ട് വരാറുണ്ട് ക്വസ്റ്റ്യൻസ്. പിന്നെ ലിസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ എനുമറേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇന്ന കൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുക എന്ന രീതിയിലും വരാറുണ്ട്. പിന്നെ MCQ അല്ലെങ്കിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക് ഓർ ന്യൂമറിക്കൽ ആണ്. അപ്പോൾ നമ്മൾ ഇത് കറന്റ് TE ഫോർമാറ്റിൽ നമുക്ക് ഇല്ലാത്തൊരു ഫോർമാറ്റാണ് ഇത്. നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ? അല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG ഒക്കെ തന്നെ കംപ്ലീറ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയ ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി PG MBA എല്ലാം നേടാം. ഇഗ്നോ നൽകി വരുന്ന 36ഓളം വരുന്ന പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ആവശ്യമായുള്ള ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായുള്ള ഫുൾ സപ്പോർട്ട് ലേൺവൈസിൽ അവൈലബിൾ ആണ്. തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയവരുടെയും അതുപോലെ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനായിട്ട് എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് അവൈലബിൾ ആണ്. ലേൺവൈസിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നതിനായിട്ട് എത്രയും പെട്ടെന്ന് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. സോ ഇതാണ് നമ്മുടെ ഫോർമാറ്റ് ടൈപ്പും അതേപോലെ അതിന്റെ മാർക്ക് റേഞ്ചും പിന്നെ വേർഡ് കൗണ്ടും കാര്യങ്ങളും പറയുന്നത്. അപ്പോൾ നമുക്കൊരു എസ്സേ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് നമുക്കൊരു എസ്സേ ക്വസ്റ്റ്യൻ തരികയാണെങ്കിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് അതിലുണ്ടാവുന്ന മാർക്ക് എന്ന് പറയുന്നത് ആവറേജ് ഒരു 50 to 20 മാർക്സ് ആയിരിക്കും അതിന്റെ റേഞ്ച്. ആ ഒരു മാർക്കിലായിരിക്കും അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ അവിടെ ചോദിക്കുക. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യന് നമ്മൾ ഏകദേശം വേർഡ് കൗണ്ട് എന്ന് പറയുന്നത് 350 to 500 വേർഡ്സ് വരെ ആയിരിക്കണം ആ ഒരു ആൻസറിന്റെ വേർഡ് കൗണ്ട് ഉണ്ടാവേണ്ടത്. പിന്നെ ഷോർട്ട് നോട്ടാണ്. ഷോർട്ട് നോട്ട് പറഞ്ഞാൽ യൂഷ്വലി 5 to 8 മാർക്സിന്റെ ഒരു കാറ്റഗറിയാണ് വരുന്നത്. അതൊരു 100 to 200 വേർഡ് കൗണ്ട് ആയിരിക്കണം. നമ്മൾ ആ ഒരു കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്ത് എഴുതണം. പിന്നെ ഒരു കേസ് അല്ലെങ്കിൽ ഒരു സ്കെനാരിയോ ഒക്കെ തരികയാണെങ്കിൽ അവിടെ നമ്മൾ 10 to 15 ആണ് അതിന്റെ മാർക്ക് വരുന്നത്. സോ അതിന്റെ ഒരു വേർഡ് കൗണ്ട് എന്ന് പറയുന്നത് 250 to 350 ആണ് ഒരു വേർഡ് കൗണ്ട് വരുന്നത്. പിന്നെ ലിസ്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യുക അങ്ങനെയൊക്കെ തരുന്ന ഒരു ക്വസ്റ്റൻ ആണെങ്കിൽ 8 to 10 മാർക്സ് ആണ് അതിന്റെ മാർക്ക് ആവറേജ് റേഞ്ച് ഉണ്ടാവുക. അങ്ങനെ 8 to 10 ആണെങ്കിൽ അതിന്റെ വേർഡ് കൗണ്ട് എന്ന് പറയുന്നത് 150 to 250 വേർഡ്സ് ആയിരിക്കണം എഴുതേണ്ടത്. സോ ഇത് നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഫോർമാറ്റിന്റെ ഡിസ്ക്രിപ്ഷൻ ആണ്. നമ്മൾ ഫസ്റ്റ് ഫോർമാറ്റ് എന്ന് പറയുന്നത് ലോങ് ഫോം എസ്സേ ടൈപ്പിൽ വരുന്നതാണ്. ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് അല്ലെങ്കിൽ അനലിറ്റിക്കൽ ആയിട്ട് വരുന്നതാണ്. അപ്പം അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് നമ്മളത് ഇൻഡെപ്ത് ആയിട്ട് അതിനെ എഴുതണം. അതിന്റെ കൺസെപ്റ്റ്, പ്രോസസ്സ്, അതേപോലെ ക്രിട്ടിക്കൽ അനാലിസിസ് ചോദിക്കാറുണ്ട്, എക്സ്പ്ലനേഷൻ, ചില സമയത്ത് എക്സാമ്പിൾസ് അല്ലെങ്കിൽ ഇല്ലുസ്ട്രേഷൻസും കൂടി വരാറുണ്ട്. വിത്ത് എക്സാമ്പിൾസ് ഒക്കെ ആയിട്ട് എഴുതാൻ പറയാറുണ്ട്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 15 to 20 മാർക്കാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവുക. സോ ഇതിന്റെ ആൻസേഴ്സ് എന്ന് പറയുന്നത് അതനുസരിച്ച് പ്രോപ്പറായിട്ട് സ്ട്രക്ചർ ചെയ്ത് ഒരു 400 to 500 വേർഡ്സിന്റെ വേർഡ് കൗണ്ട് വരുന്ന രീതിയിൽ ആ ഒരു കൺസെപ്റ്റ് എന്താണോ അത് പ്രോപ്പറായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന, വായിക്കുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം ഈ ഒരു ആൻസർ ചെയ്യേണ്ടത്. അടുത്തത് ഷോർട്ട് നോട്ട് അല്ലെങ്കിൽ ഡെഫിനിഷൻ ആണ്. സോ ഇതിൽ നമ്മൾ മെയിനായിട്ട് എന്താണെന്നുള്ളത് കൺസൈസ് ആയിട്ട് എഴുതുക. അതേപോലെ എക്സ്പ്ലനേഷൻസ് കൊടുക്കുക ഓരോരോ ടേംസിൻ്റെയൊക്കെ, തിയറീസ് അല്ലെങ്കിൽ അതിൻ്റെ സബ് ടോപ്പിക്സും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരിക. യൂഷ്വലി ഇത് ചോദിക്കാറ് ഒരു 5 to 8 മാർക്ക് റേഞ്ച് വെച്ചിട്ട് തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മളൊരു 120 to 200 വേർഡ്സിലായിരിക്കണം, വേർഡ് കൗണ്ട് ആയിരിക്കണം ഈ ഒരു ആൻസർ വരേണ്ടത്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് നമ്മൾ ലെങ്ത് അല്ല, ആ എഴുതുന്ന കുറച്ച് എഴുതുന്നതിന് ക്ലാരിറ്റിയും അല്ലെങ്കിൽ ഭയങ്കര അക്യുറേറ്റ് ആയിട്ട് കറക്റ്റ് ആയിട്ട് എഴുതുക. ലെങ്ത് നമ്മൾ ഇങ്ങനെ വലിച്ചു വാരി എഴുതുന്നതിനും ജസ്റ്റ് എന്താണ് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് ആ ഒരു വേർഡ് കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ട് ക്ലാരിറ്റിയോട് കൂടി ആൻസർ ചെയ്യാം. അടുത്തത് കേസ് ബേസ്ഡ് അല്ലെങ്കിൽ സ്കെനാരിയോ ടൈപ്പിലൊക്കെ ചോദിക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ എന്തെങ്കിലും സെയിൽസ് റിലേറ്റ് ചെയ്തിട്ടുള്ള സെനാരിയോ അല്ലെങ്കിൽ ഒരു പ്രാക്ടിക്കൽ സിറ്റുവേഷൻസ് ഒക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ അത് ഏകദേശം ഒരു 10 to 15 മാർക്സ് തന്നെയായിരിക്കും അതിൽ വരിക. അതിൻ്റെ ഒരു വേർഡ് കൗണ്ട് എന്ന് പറയുന്നത് 250 to 350 വേർഡ്സിലായിരിക്കണം ഇങ്ങനത്തെ ഒരു ആൻസർ നമ്മൾ എഴുതാൻ. സോ അതിൽ അപ്ലിക്കേഷൻ സൊല്യൂഷനും അതിൻ്റെ റീസണിങ് കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അടുത്തത് ഒരു ഫോമാറ്റ് എന്ന് പറയുന്നത് ലിസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ എന്യൂമറേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ എന്ന് പറയുന്ന ഒരു ഫോമാറ്റാണ്. സോ ഇതിൽ നമ്മൾ എന്തെങ്കിലും ഫീച്ചേഴ്സ് ലിസ്റ്റ് ഔട്ട് ചെയ്യുക അല്ലെങ്കിൽ അതിന് സ്റ്റെപ്സ് അല്ലെങ്കിൽ ടൈപ്സ് ഒക്കെ എഴുതുമ്പോൾ അതിൻ്റെ ഓരോ ടൈപ്പിൻ്റെയും എക്സ്പ്ലനേഷൻസും കൂടെ നമ്മളവിടെ കൊടുക്കണം. ഫീച്ചേഴ്സ് ഒക്കെ ആണെങ്കിലും അതേപോലെ തന്നെയാണ്.
ഓരോന്നിൻ്റെയും അതൊക്കെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് അതിൻ്റെ എക്സ്പ്ലനേഷൻസും കൂടെ നമ്മളവിടെ കൊടുക്കണം. ഇപ്പോൾ ടിപ്പിക്കലി ഇതൊരു 8 to 10 മാർക്സ് എന്നൊരു റേഞ്ചിലാണ് വരുന്നത്. സോ നമ്മൾ ഏകദേശം ഒരു 150 to 250 വേർഡ്സിലായിരിക്കണം നമ്മളത് എഴുതേണ്ടത്. ഇപ്പോൾ സ്റ്റെപ്സ് ഒക്കെ ആണെങ്കിൽ നമ്മളത് ആ ഒരു കറക്റ്റ് ആ ഓർഡറിലും കാര്യങ്ങളിലൊക്കെ നമ്മൾ എഴുതണം. അടുത്തതാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അനാലിസിസ് എന്ന് പറയുന്നത്. സോ ഇതിൽ നമുക്ക് നോക്കാം. അതായത് നമുക്ക് 4 ബ്ലോക്കാണ്. ഓരോ ബ്ലോക്കിലും നമ്മൾ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. സോ ബ്ലോക്ക് 1 എന്ന് പറയുന്നത് ഏകദേശം ഒരു പേഴ്സണൽ സെല്ലിംഗ് ആൻഡ് മാനേജ്മെന്റിൽ 32 ആണ് ആവറേജ് മാർക്സ് പെർ പേപ്പർ എന്ന് പറയുന്നത്. സോ അതിനെ നമുക്കൊരു ഷെയർ 100 മാർക്സിൽ നമ്മൾ എടുക്കുന്നതും അതൊരു 32%, 32%ഓളം ബ്ലോക്ക് 1 എന്നാണ് ചോദിച്ചിട്ടുള്ളത്. പിന്നെ ബ്ലോക്ക് 2 എന്ന് പറയുകയാണെങ്കിൽ ബൈയിങ് മോട്ടീവ്സ് ആൻഡ് മോട്ടിവേഷൻ ആണ്. അതിൽ 18 മാർക്കാണ് അതിൻ്റെ ഒരു ആവറേജ് മാർക്ക്. സോ 18% ആണ് നമുക്കൊരു 100ൽ കൺവേർട്ട് ചെയ്യുമ്പോൾ വരുന്നത്. പിന്നെ ബ്ലോക്ക് 3 സെല്ലിംഗ് പ്രോസസ്സാണ്. അതൊരു 28 ആണ് അതിൻ്റെ ഒരു ആവറേജ് മാർക്ക്. സോ 28% ആണ് ടോട്ടൽ ഷെയർ എന്ന് പറയുന്നത്. ബ്ലോക്ക് 4 റിപ്പോർട്ട് എത്തിക്സ് കരിയേഴ്സ് ആണ്. സോ ഒരു 22 ആണ് അതിൻ്റെ ഒരു ആവറേജ് മാർക്ക് എന്ന് പറയുന്നത്. സോ ഇൻ ടോട്ടൽ നമ്മൾ 100ൽ നോക്കുമ്പോൾ ഒരു 22% ടോട്ടൽ അത് ഷെയർ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പം ഇതിൽ നിന്ന് നമുക്ക് നോക്കാം, അതായത് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് ബ്ലോക്ക് 1 തന്നെയാണ്. പിന്നെ ബ്ലോക്ക് 3യും ബ്ലോക്ക് 4ഉം ബാക്കിലാണ്, കാരണം അതൊന്നും അത്യാവശ്യം നല്ല രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ബ്ലോക്ക് 2 ആണെങ്കിലും ഒട്ടും കുറവല്ല, എന്നാലും കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ളത് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി കുറവാണ്. ബട്ട് അതൊരിക്കലും ഒരു കുറവായിട്ട് നമ്മൾ വളരെ കുറവ് എന്ന രീതിയിലേക്ക് നോക്കരുത്. സോ ഈ 4 ബ്ലോക്കിന്നും ഈ ഒരു രീതിയിലാണ് നമുക്ക് ആവറേജ് മാർക്സ് കാര്യങ്ങൾ വരാറ്. സോ ഇതിൽ നമുക്ക് ട്രെൻഡിൻ്റെ ഒരു വിഷ്വലൈസേഷൻ ആണ്. സോ നമുക്ക് അതിൽ എസ് എന്ന് പറയുന്നതാണ് അവിടെ യെല്ലോ ഷെയ്ഡിൽ നമ്മൾ കൊടുത്തിട്ടുള്ള ഒരു ലൈൻ ഗ്രാഫ് എന്ന് പറയുന്നത്. പിന്നെ ഓറഞ്ച് നമ്മൾ ഷോർട്ട് നോട്ട് കാണിക്കുന്നുണ്ട്. ആൻഡ് കേസ് അല്ലെങ്കിൽ സ്കെനാരിയോ ആണ് അടുത്തൊരു പിങ്ക് അല്ലെങ്കിൽ റെഡിൽ കാണിക്കുന്നത്. പിന്നെ ലിസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ള ഒരു ഇതാണ് ആ ഒരു ഏറ്റവും ലാസ്റ്റ് ലൈൻ ഗ്രാഫ് റോസ് കളറിൽ കാണിക്കുന്നത്. സോ ഇത് ഓവർ ദാറ്റ് ഇസ് ജൂൺ 2022 ഡിസംബർ 2024 വരെയുള്ള ഒരു എക്സാം സെഷൻസിൽ നിന്നാണ് നമ്മൾ ഈ ഒരു ട്രെൻഡ് വിഷ്വലൈസേഷൻ ഉള്ളത്. സോ ഇനി നമുക്ക് അതിൻ്റെ ഒരു പാറ്റേൺ ഹൈലൈറ്റ് നോക്കാം. സോ ഈ എസ് എ ടൈപ്പ് എന്നൊക്കെ പറയുകയാണെങ്കിൽ ഇപ്പോഴും ഡോമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ആണ്. കാരണം അതിൽ ഒരു ഡിക്ലൈൻ അവിടെ വന്നിട്ടുണ്ട്. അതായത് 60%ൽ നിന്ന് ഒരു 42%ലേക്ക് ഒരു ഡിക്ലൈൻ വന്നിട്ടുണ്ട്. ബട്ട് എന്നാലും നമുക്ക് എന്താ ഒരു ഡോമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ടൈപ്പ് തന്നെയാണ്. നമ്മൾ ആ ഒരു മൊത്തം ഈ ഒരു ഇത്രയും ഒരു ടേമിൻ്റെ എക്സാമിനേഷൻസ് എടുക്കുമ്പോൾ ഒരു ഡിക്ലൈൻ ആണ് അവിടെ കാണിക്കുന്നത്. ആൻഡ് അതോടൊപ്പം നമുക്ക് ഷോർട്ട് നോട്ട് അല്ലെങ്കിൽ കേസ് അല്ലെങ്കിൽ സ്കെനാരിയോ ക്വസ്റ്റ്യൻസ് അവിടെ അത് കൂടിയിട്ടാണ് ഉള്ളത്. അപ്പോൾ ഷോർട്ട് നോട്ട്സ് ഒക്കെ പറയുകയാണെങ്കിൽ നമുക്ക് എന്താ 15% ഉണ്ടായിരുന്നത് ഒരു 27% ആയിട്ടാണ് ഓവർ പീരീഡ് ഓഫ് ടൈമിലേക്ക് അത് കൂടിയിട്ടുള്ളത്. അടുത്ത കേസ് അല്ലെങ്കിൽ സ്കെനാരിയോ ക്വസ്റ്റ്യൻസ് എന്ന് പറയുകയാണെങ്കിലും ദാറ്റ് ഈസ് അതും ഒരു നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കൂടുകയാണ് ചെയ്തിട്ടുള്ളത്. അപ് ടു 20% ഒക്കെയാണ്. അപ്പോൾ അവിടെ നമുക്ക് ഒരു അപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരു പ്രാക്ടിക്കൽ രീതിയിലേക്കാണ് ആ ഒരു ക്വസ്റ്റ്യൻസ് പോകുന്നത്. അപ്പോൾ അതിനാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്. സോ ഇനി നമുക്കൊരു പ്രിപ്പറേഷൻ ടിപ്പ് നോക്കാം. ദാറ്റ് ഇസ് സ്ട്രാറ്റജിക് ടൈം മാനേജ്മെന്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ് ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത്. കാരണം നമുക്ക് 3 hours ആണ് നമ്മുടെ എക്സാം. അപ്പോൾ ഒരു 100 മാർക്കിൻ്റെ പേപ്പർ നമ്മൾ 3 hours കംപ്ലീറ്റ് ചെയ്യേണ്ടത്. സോ നമുക്ക് അലോട്ട് ചെയ്യുന്ന ഒരു ടൈം നമ്മൾ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് മാനേജ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു 3 മണിക്കൂറിൻ്റെ എക്സാം നമുക്ക് കറക്റ്റ് ആ ഒരു ടൈമിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. സോ അത് ഓരോ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നമ്മൾ ഏകദേശം എത്ര ടൈം മാറ്റി വെക്കണം അല്ലെങ്കിൽ എത്ര ടൈം നമ്മൾ മാനേജ് ചെയ്യണം എന്നുള്ളത് നോക്കാം. സോ അറൌണ്ട് 60 to 70 minutes ആണ് നമ്മൾ എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യേണ്ടത്. അതായത് 40 to 45% ഓഫ് ദി മാർക്ക് അതൊന്നായിരിക്കും വരിക. പിന്നെ ഒരു 40 to 45 minutes നമ്മൾ ഷോർട്ട് നോട്ട്സ് എഴുതാൻ വേണ്ടി മാറ്റി വയ്ക്കണം. സോ അപ്പോൾ ഈ ഷോർട്ട് നോട്ട്സ് എന്ന് പറയുന്നത് ഒരു 25 to 27% ഷോർട്ട് നോട്ട്സ് ആയിരിക്കും. പിന്നെ 35 to 40 minutes ഒരു 1/4 മണിക്കൂർ നമ്മൾ കേസ് അല്ലെങ്കിൽ സ്കെനാരിയോ ക്വസ്റ്റ്യൻസിന് വേണ്ടിയിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യണം. സോ അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ്റെ വെയിറ്റേജ് എന്ന് പറഞ്ഞാൽ 18 to 20% ഒക്കെ ക്വസ്റ്റ്യൻസ് ഇതിന്നായിരിക്കും ഉണ്ടാവുക. പിന്നെ റിമൈനിങ് ടൈം ബാക്കിയുള്ള ലാസ്റ്റിൽ അരമണിക്കൂർ എന്ന് പറയുന്നത് നമ്മൾ ലിസ്റ്റ് ചെയ്യുക, ഈ എനുമറേറ്റ് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിന് മാറ്റി വെക്കുകയാണ്. സോ നമ്മൾ എപ്പോഴും എഴുതുന്ന സമയത്ത് ദാറ്റ് ഈസ് സ്റ്റാർട്ട് വിത്ത് ദി ഹയർ മാർക്ക് എസ്സേസ്. നമ്മൾ കൂടുതൽ മാർക്കുള്ള എസ്സേസുമായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. ആൻഡ് അതേപോലെ നമുക്ക് ഷോർട്ട് ആയിട്ടുള്ളതൊക്കെ നമ്മൾ ലാസ്റ്റിലേക്ക് വെക്കാം. കാരണം നമ്മൾ ചിലപ്പം അവസാനത്തേക്കും ഹൈ മാർക്ക് എസ്സേസ് വെക്കുന്ന സമയത്ത് നമ്മൾ ചിലപ്പം ടൈം റൺ ഔട്ട് ആകുമ്പോൾ നമുക്കത് പ്രോപ്പറായിട്ട് എഴുതി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പിന്നെ അതേപോലെ എപ്പോഴും
കറക്റ്റായിട്ട് ആ എസ്സേസ് നമ്മൾ ഫസ്റ്റ് തന്നെ എഴുതാൻ ശ്രമിക്കുക. ഹൈ മാർക്കുള്ള എസ്സേസ് ഒക്കെ ഫസ്റ്റ് തന്നെ എഴുതാൻ ശ്രമിക്കുക. ആൻഡ് ആ ഒരു വേർഡ് ലിമിറ്റിന്റെ ഉള്ളിൽ നമ്മൾ എഴുതി പ്രാക്ടീസ് ചെയ്യുക. അതേപോലെ നമുക്ക് ആ ഒരു ടൈം ഫ്രെയിമിന്റെ ഉള്ളിൽ നമ്മൾ ഈ ഒരു 100 മാർക്സിന്റെ ആൻസേഴ്സ് കറക്റ്റായിട്ട് എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റണം. സോ അതിന് ഈ ഒരു ടൈം മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. ദാറ്റ് ഇസ് ടോപ്പ് 10 റിക്കറിങ് ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാ ബ്ലോക്കൊന്നും അല്ലെങ്കിൽ എല്ലാ യൂണിറ്റിൽ നമ്മൾ എടുത്തിട്ടുള്ള ടോപ്പ് 10 ആയിട്ടുള്ള റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ ഇത് നമ്മൾ അതിന്റെ അപ്പിയറൻസ് കൗണ്ട് കൊടുത്തിട്ടുണ്ട്. എത്ര പ്രാവശ്യം ഇൻ ടോട്ടൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പിയറൻസ് കൗണ്ട് എന്ന് പറയുന്നത്. സോ ഇതിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഡു യു മീൻ ബൈ പേഴ്സണൽ സെല്ലിംഗ്, ഡിസ്ക്രൈബ് ഇറ്റ്സ് നേച്ചർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ്. സോ എന്താണ് പേഴ്സണൽ സെല്ലിംഗ്, അതിന്റെ നേച്ചറും ക്യാരക്ടറിസ്റ്റിക്സും ആണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിസ്കസ് ദ പ്രോസസ് ഓഫ് പേഴ്സണൽ സെല്ലിംഗ്. പ്രോസസ്സ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഓരോ സ്റ്റെപ്പും വിത്ത് എക്സാമ്പിൾസ് ആണ് അവർ ആൻസർ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. സോ ഇത് നമുക്കൊരു 5 ക്വസ്റ്റ്യൻ പേപ്പറിലോളം വന്ന ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് വാട്ട് ഇസ് സെയിൽസ്മാൻഷിപ്പ് ആണ്. സോ എന്താണ് സെയിൽസ്മാൻഷിപ്പ്, അതേപോലെ ഒരു നല്ലൊരു സെയിൽസ്മാന്റെ ക്വാളിറ്റീസും ഫംഗ്ഷൻസും എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ക്വാളിറ്റീസ് എന്നുള്ള ആദ്യം ഹെഡിങ് കൊടുത്തിട്ട് അതിന്റെ ആൻസർ എഴുതുക, പിന്നെ ഫംഗ്ഷൻസ് കൊടുത്തിട്ട് എഴുതാം. അതും ഒരു 5 ക്വസ്റ്റ്യൻ പേപ്പറിലോളം വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ഡിഫൈൻ ബൈയിങ് മോട്ടീവ്സ്. സോ എക്സ്പ്ലെയിൻ ദ ടൈപ്പ് ആൻഡ് ദിയർ അപ്ലിക്കേഷൻ ഇൻ പേഴ്സണൽ സെല്ലിംഗ്. സോ എന്താണ് ബൈയിങ് മോട്ടീവ് ആൻഡ് അതിന്റെ ടൈപ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പേഴ്സണൽ സെല്ലിംഗിൽ അതിന്റെ അപ്ലിക്കേഷനും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സോ അത് ഒരു 5 ക്വസ്റ്റ്യൻ പേപ്പറിലോളം വന്ന ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ബയർ ആൻഡ് കൺസ്യൂമർ. സോ ബയറും കൺസ്യൂമറും തമ്മിലുള്ള ഡിഫറൻസ് ചോദിച്ചിട്ടുണ്ട്. ആൻഡ് വൈ ഇസ് അണ്ടർസ്റ്റാൻഡിങ് ബയർ ബിഹേവിയർ ഇമ്പോർട്ടൻറ്റ്. സോ ഈ ഒരു ബയർ ബിഹേവിയർ നമ്മൾ അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യണമെങ്കിൽ ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ളതും കൂടി ചോദിച്ചിട്ടുണ്ട്. ഒരു 4 ക്വസ്റ്റ്യൻ പേപ്പറിലോളം വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ഡിസ്ക്രൈബ് ദ ടെക്നിക്സ് ഓഫ് ക്ലോസിങ് എ സെയിൽ വിത്ത് എക്സാമ്പിൾ. അപ്പോൾ സെയിൽ ക്ലോസ് ചെയ്യാനതിൻ്റെ ടെക്നിക്സും അത് വിത്ത് എക്സാമ്പിൾ ആണ് അവിടെ കോട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഒരു 4 ക്വസ്റ്റ്യൻ പേപ്പറിലോളം വന്ന ക്വസ്റ്റ്യൻ ആണ്. അടുത്ത എക്സ്പ്ലെയിൻ സെയിൽസ് മാനേജ്മെന്റ് ആൻഡ് ഡിസ്കസ് ഇറ്റ്സ് ഇമ്പോർട്ടൻസ് ആൻഡ് സ്കോപ്പ്. അപ്പം എന്താണ് സെയിൽസ് മാനേജ്മെന്റ്, അതിന്റെ ഇമ്പോർട്ടൻസ്, സ്കോപ്പ് ഒക്കെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു 4 ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് ഡിസ്കസ് ദ സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ സെയിൽസ് പ്രസന്റേഷൻ ആൻഡ് ഡെമോൺസ്ട്രേഷൻ. സോ സെയിൽസ് പ്രസന്റേഷൻ അല്ലെങ്കിൽ ഡെമോൺസ്ട്രേഷൻ അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള സ്റ്റെപ്പ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഒരു 4 ക്വസ്റ്റ്യൻ പേപ്പറിലോളം വന്നതാണ്. പിന്നെ എക്സ്പ്ലെയിൻ ദ ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഫീച്ചേഴ്സ് ഓഫ് ഗുഡ് സെയിൽസ് റിപ്പോർട്ട്. നല്ലൊരു സെയിൽസ് റിപ്പോർട്ടിന്റെ ഫീച്ചേഴ്സും ഒബ്ജക്റ്റീവ്സും. സോ ഒരു 3 ആണ് അതിന്റെ അപ്പിയറൻസ് കൗണ്ട് എന്ന് പറയുന്നത്. ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് ഡിസ്ക്രൈബ് മാസ്ലോസ് തിയറി ഓഫ് നീഡ് ഹൈറാർക്കി ആൻഡ് ഹൗ ഡസ് ഇറ്റ് അപ്ലൈ ടു സെയിൽസ് ഫോഴ്സ് മോട്ടിവേഷൻ. അപ്പോൾ ആദ്യം മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറി എക്സ്പ്ലെയിൻ ചെയ്യുക, അതിനുശേഷം അതെങ്ങനെയാണ് സെയിൽസ് ഫോഴ്സ് മോട്ടിവേഷനിൽ അപ്ലൈ ചെയ്യുന്നത് എന്നാണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. സോ അതൊരു 3 ക്വസ്റ്റ്യൻ പേപ്പറിലോളം ചോദിച്ചിട്ടുണ്ട്. സോ ഇതൊക്കെയാണ് ടോപ്പ് 10 ആയിട്ടുള്ള റിക്കറിംഗ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇഗ്നോയിൽ ജോയിൻ ചെയ്ത ഒരാളാണോ നിങ്ങൾ, അല്ലെങ്കിൽ ഇഗ്നോയിൽ നിന്നൊരു ഡിഗ്രിയോ PG ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണോ? എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി, PG, MBA ഒക്കെ നേടാം. 36ഓളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ടും ലേൺവൈസിൽ അവൈലബിൾ ആണ്. തങ്ങളുടെ ഓരോ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പുവരുത്തുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ മുൻപ് പഠിച്ചതോ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് അറിയുന്നതിനായി ലേൺവൈസിന്റെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സന്ദർശിക്കാം. അവിടെ നിങ്ങൾക്ക് ധാരാളം വീഡിയോസ് കാണാനാകും. കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൾ വഴിയോ വാട്സ്ആപ്പ് വഴിയോ ബന്ധപ്പെടാം. സോ ഇനി ഈ നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ ഏതൊക്കെ ബ്ലോക്കിലാണ്, ഏതൊക്കെ യൂണിറ്റിലാണ്, അതിൻ്റെ ആവറേജ് മാർക്കും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു ടേബിളിൽ. സോ ഇതിൽ ഫസ്റ്റ് വാട്ട് ഇസ് പേഴ്സണൽ സെല്ലിംഗ് നേച്ചർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്ന ടോപ്പിക്ക് ബ്ലോക്ക് 1 യൂണിറ്റ് 1 വരുന്നതാണ്. 6 പ്രാവശ്യത്തോളം ചോദിച്ചിട്ടുണ്ട്. ആവറേജ് മാർക്ക് 12 ആണ്. പിന്നെ പ്രോസസ് ഓഫ് പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറയുന്നത് അതിന്റെ സ്റ്റെപ്സും എക്സാമ്പിൾസും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് എഴുതേണ്ടത്. ബ്ലോക്ക് 1 യൂണിറ്റ് 1 തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ ഒരു 5 ക്വസ്റ്റ്യൻ പേപ്പറിലോളം വന്നിട്ടുണ്ട്. 13 ആണ് അതിന്റെ ആവറേജ് മാർക്ക് എന്ന് പറയുന്നത്. പിന്നെ സെയിൽസ്മാൻഷിപ്പ് അതിന്റെ ക്വാളിറ്റീസ് ആൻഡ് ഫംഗ്ഷൻസ് ആണ്. അതും ബ്ലോക്ക് 1 യൂണിറ്റ് 2 ടോപ്പിക്ക് വരുന്നത്. 5 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ആവറേജ് മാർക്ക് 10 ആണ്. പിന്നെ ബൈയിങ് മോട്ടീവ് അത് ടൈപ്സ് ആൻഡ് അപ്ലിക്കേഷൻ ചോദിച്ചിട്ടുണ്ട്. ബ്ലോക്ക് 2 യൂണിറ്റ് 5 വരുന്നതാണ്. 5 പ്രാവശ്യം അത് വന്നിട്ടുണ്ട്. അതേപോലെ 10 ആണ് അതിന്റെ ആവറേജ് മാർക്ക് എന്ന് പറയുന്നത്. പിന്നെ ബയർ വൈസസ് കൺസ്യൂമർ ബിഹേവിയർ റെലവൻസ് ആണ്. സോ അത് ബ്ലോക്ക് 2 യൂണിറ്റ് 6 4 ടൈംസ് ആണ് അതിന്റെ അപ്പിയറൻസ്, ക്വസ്റ്റ്യൻ അപ്പിയറൻസ്. ആവറേജ് മാർക്ക് 10 ആണ്. പിന്നെ സെയിൽസ് ക്ലോസിംഗ് ടെക്നിക്സ് ആണ് വിത്ത് എക്സാമ്പിൾസ്. അത് ബ്ലോക്ക് 3 യൂണിറ്റ് 10 വരുന്നത്. 4 പ്രാവശ്യമാണ് ചോദിച്ചിട്ടുള്ളത്. ആവറേജ് മാർക്ക് 10 ആണ്.
ഇനി സെയിൽസ് മാനേജ്മെന്റ് ആൻഡ് ഇമ്പോർട്ടൻസ് ആൻഡ് സ്കോപ്പ് ആണ്. സോ ബ്ലോക്ക് 1 യൂണിറ്റ് 3 ആ ഒരു ടോപ്പിക് വന്നിട്ടുള്ളത്. ആൻഡ് 4 ആണ് അതിൻ്റെ ദാറ്റ് ഇസ് നമ്മുടെ അപ്പിയറൻസ് എന്ന് പറയുന്നത്. 12 മാർക്സ് ആണ് ആവറേജ് ആയിട്ട് വരുന്നത്. പിന്നെ സ്റ്റെപ്സ് ഇൻ പ്രസന്റേഷൻ ഡെമോൺസ്ട്രേഷൻ എന്ന് പറയുന്നത് ബ്ലോക്ക് 3 യൂണിറ്റ് 9 സോ 4 ആണ് അപ്പിയറൻസ്, 8 മാർക്സ് ആണ് ആവറേജ്. പിന്നെ ഒബ്ജക്റ്റീവ്സ് ഫീച്ചേഴ്സ് ഓഫ് സെയിൽസ് റിപ്പോർട്ടാണ്. അതിൽ ബ്ലോക്ക് 4 യൂണിറ്റ് 11 ആ ഒരു ടോപ്പിക് വരുന്നത്. 3 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അതേപോലെ 8 മാർക്സ് ആണ് അതിൻ്റെ ആവറേജ് മാർക്ക്. പിന്നെ മാസ്ലോസ് തിയറി ഇൻ സെയിൽസ് ഫോഴ്സ് മോട്ടിവേഷൻ എന്ന് പറയുന്നത് ബ്ലോക്ക് 2 യൂണിറ്റ് 7 വരുന്നത്. 3 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. 8 മാർക്കാണ് അതിൻ്റെ ആവറേജ് എന്ന് പറയുന്നത്. സോ മാക്സിമം നിങ്ങൾ ഈ പറഞ്ഞ ടോപ്പ് 10 ആയിട്ടുള്ള 10 ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഏതെങ്കിലും ടോപ്പിക്സ് ഒക്കെ പഠിക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആ ഒരു ടോപ്പിക്കും കൂടി ഒന്ന് കവർ ചെയ്ത് വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. അടുത്തത് സ്ട്രാറ്റജിക് അഡ്വൈസ് പാനലാണ്. സോ എപ്പോഴും ടൈം ബേസ് ചെയ്തിട്ടുള്ള അറ്റംപ്റ്റ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. അപ്പം നമ്മൾ കറക്റ്റായിട്ട് ഓരോ ക്വസ്റ്റ്യൻ നമ്മൾ ഔട്ട്ലൈൻ ചെയ്യാൻ 5 മിനിറ്റിൽ ആൻഡ് ആ ഒരു 12-15 മിനിറ്റിൽ ആ ഒരു ആൻസേഴ്സ് ഫുള്ളായിട്ട് നമ്മൾ എഴുതുക. ഓക്കെ, ഇത് ലെങ്തി ആയിട്ടുള്ള ആൻസേഴ്സിനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ യൂസ് എക്സാമ്പിൾസ് ആൻഡ് സ്ട്രക്ചർ. സോ ഈ ഒരു റിക്കറിങ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ പറഞ്ഞു, അപ്പം അതിലൊക്കെ നമുക്ക് നോക്കി അറിയാം. ഇല്ലുസ്ട്രേഷൻ അല്ലെങ്കിൽ റിയൽ ലൈഫ് എക്സാമ്പിൾസ് ഒക്കെ വെച്ചിട്ട് കൊടുക്കാനൊക്കെ പറയുന്നുണ്ട്. സോ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രോപ്പറായിട്ട് സബ് ഹെഡിങ് ഒക്കെ വെച്ചിട്ട് എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ കൂട്ട് ചെയ്യുക ക്ലാരിറ്റിയോടുകൂടി. പിന്നെ പ്രാക്ടീസ് ഈച്ച് അറ്റ്ലീസ്റ്റ് ട്വൈസ് ടൈംഡ്. സോ ഇതിൽ നമുക്ക് ഇങ്ങനെ ഒരു എക്സാംസും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ആ ഒരു എക്സാം കണ്ടീഷൻ വെച്ചിട്ട് ആ ഒരു രീതിയിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യാം. എങ്കിലേ നമുക്ക് ഓരോന്നും ആൻസേഴ്സ് ഒക്കെ റീകോൾ ചെയ്യാനും സ്പീഡിൽ എഴുതാനും, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് എന്തായാലും ഒരു പ്രഷർ ഉണ്ടാവുമല്ലോ എക്സാം ഹാളിൽ, അല്ലെങ്കിൽ ഒരു ടൈം പ്രഷറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ ആ ഒരു പ്രഷറിൽ നമുക്കത് പ്രഷർ മാനേജ് ചെയ്യാനൊക്കെ നമുക്കത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. സോ എപ്പോഴും നമ്മൾ ആ ഒരു എക്സാം കണ്ടീഷൻസ് നമ്മൾ എപ്പോഴും ആ ഒരു നമ്മൾ അങ്ങനെ പ്രിപ്പയർ ചെയ്യുക. ആ ഒരു രീതി നമ്മൾ ഒരു ടൈം ലിമിറ്റ് വെച്ചിട്ട് നമുക്ക് ഒരു യൂണിറ്റ് പഠിക്കും. ടൈം ലിമിറ്റ് വെച്ചിട്ട് നമ്മൾ ഓരോന്നും കറക്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്ത് ആ ഒരു എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുക. സോ ഇതൊരു പൈ ചാർട്ട് വിഷ്വലൈസേഷൻ ആണ്. സോ ഇതിൽ നമ്മൾ ടോപ്പ് 10 റിക്കറിംഗ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് അത് ലാസ്റ്റ് 10 പേപ്പേഴ്സ് വെച്ചിട്ടുള്ളതാണ്. സോ അതിൽ നമുക്ക് ഏകദേശം 67% നമ്മൾ മൊത്തത്തിൽ എടുക്കുമ്പോൾ 67% ഈ ഒരു ടോപ്പ് 10 റിക്കറിംഗ് ക്വസ്റ്റ്യൻസ് ആണ്. അതിന്റെ പ്രൊപ്പോർഷൻ അത്രയും വരുന്നുണ്ട്. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ആണ് 33% ആയിട്ട് വന്നിട്ടുള്ളത്. സോ ഒരു കൂടുതൽ നമുക്കിതിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു ടോപ്പ് 10 റിക്കറിംഗ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. സോ ഇനി ഇത് പ്രോബബിലിറ്റി മെട്രിക്സ് ടേബിൾ ആണ്. ആൻഡ് ബ്ലോക്ക് 1 യൂണിറ്റ് 1 പേഴ്സൺ സെല്ലിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റ് 100% വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ഡെഫിനറ്റ്ലി ആ ഒരു ക്വസ്റ്റ്യൻ പഠിക്കുക, അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക്ക് പഠിക്കുക. ഹൈ കാറ്റഗറിയിൽ വരുന്നതാണ്. ആൻഡ് എല്ലാ 2022 തൊട്ട് എല്ലാ പേപ്പറിലും അത് വന്നിട്ടുണ്ട്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും വന്നൊരു ടോപ്പിക്കാണ്. പിന്നെ ബ്ലോക്ക് 1 യൂണിറ്റ് 1 തന്നെ പ്രോസസ് ഓഫ് പേഴ്സൺ സെല്ലിംഗ് ആണ്. സോ അതൊരു 83% ആണ് അതിന്റെ പ്രോബബിലിറ്റി വരാനുള്ള ചാൻസ്. ഹൈ റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക് തന്നെയാണ്. ആൻഡ് 6 ഒരു 5 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും കണ്ടിട്ടുള്ളൊരു ടോപ്പിക്കാണ്. പിന്നെ ബ്ലോക്ക് 1 യൂണിറ്റ് 2 സെയിൽസ്മാൻഷിപ്പ് ആണ്. അതിന്റെ ക്വാളിറ്റീസ് ഫംഗ്ഷൻസ് ഒക്കെയാണ്. സോ അതും ഇതേപോലെ 83% ചാൻസ് ഉണ്ട് വരാൻ പ്രോബബിലിറ്റി. ഹൈ റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ആൻഡ് കൺസിസ്റ്റന്റ് എസ്സേ അല്ലെങ്കിൽ ഷോർട്ട് നോട്ടൊക്കെ ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ്. അടുത്ത ബ്ലോക്ക് 2 യൂണിറ്റ് 5 ബൈയിങ് മോട്ടീവ്സ് ആണ്. സോ അതും ഇതേപോലെ 83% ആണ് അതിന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഹൈ റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഓരോരോ ഡിഫറെന്റ് സെഷൻസിൽ റിക്കറന്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. പിന്നെ ബ്ലോക്ക് 2 യൂണിറ്റ് 6 നോക്കുകയാണെങ്കിൽ ബയോ വൈസസ് കൺസ്യൂമർ എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് ഒരു 67% ആണ് പ്രോബബിലിറ്റി ഇത് വരാൻ. അതിന്റെ കാറ്റഗറി എന്ന് പറയുന്നത് മീഡിയം റെലവെന്റ് ആണ്. ആൻഡ് ഒരു 4 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഈ ഒരു ടോപ്പിക്ക് വന്നിട്ടുണ്ട്. ഇനി ബ്ലോക്ക് 3 യൂണിറ്റ് 10 സെയിൽസ് ക്ലോസിങ്ങും അതിന്റെ ടെക്നിക്സും കാര്യങ്ങളൊക്കെയാണ്. ഒരു മീഡിയം റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. 67% അതിന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ആൻഡ് ഫ്രീക്വന്റ്ലി ദാറ്റ് ഇസ് ബി അല്ലെങ്കിൽ സി സെക്ഷൻസിലൊക്കെ ആയിട്ട് ഈ ഒരു ടോപ്പിക്ക് ചോദിക്കാറുണ്ട്. പിന്നെ ബ്ലോക്ക് 1 യൂണിറ്റ് 3 സെയിൽസ് മാനേജ്മെന്റ്, അതിന്റെ ഇമ്പോർട്ടൻസ് ആൻഡ് സ്കോപ്പും ഇതും ഒരു 67% മീഡിയം റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഫ്രീക്വന്റ്ലി ദാറ്റ് ഇസ് റെഗുലർ ആയിട്ട് മെയിൻ ലിസ്റ്റിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്. പിന്നെ ബ്ലോക്ക് 3 യൂണിറ്റ് 9 സെയിൽസ് പ്രസന്റേഷൻ ആൻഡ് ഡെമോൺസ്ട്രേഷൻ ആണ്. അതും 67% പ്രോബബിലിറ്റിയിൽ മീഡിയം റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അത് സ്റ്റെപ്സും അതിന്റെ സ്ട്രാറ്റജീസും കാര്യങ്ങളൊക്കെ ആയിട്ട് ചോദിക്കാറുണ്ട്. ഇനി ബ്ലോക്ക് 4 എന്ന് പറയുന്നത് യൂണിറ്റ് 11 അതായത് സെയിൽസ് റിപ്പോർട്ട്, അതിന് ഒബ്ജക്റ്റീവ്സ് ഫീച്ചേഴ്സ് ഒക്കെ ഉള്ള ടോപ്പിക്കാണ്. അതൊരു 50% ചാൻസ് ആണ് ചോദിക്കാൻ. ഒരു മീഡിയം റെലവെന്റ് ആണ്. ദാറ്റ് ഇസ് 6 ഒരു 3 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ കണ്ടിട്ടുണ്ട്.
ഇനി ബ്ലോക്ക് 2 നമുക്ക് യൂണിറ്റ് 7 ഈ മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറിയും അത് മോട്ടിവേഷനിൽ റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വരുന്നത്. അതും ഒരു 50% ചോദിക്കാൻ ചാൻസ് ഉണ്ട്. മീഡിയം റെലവൻ്റ് ആണ്. കൂടുതലും ഈ മോട്ടിവേഷൻ തിയറിയൊക്കെ എസ്സേസിലൊക്കെ വളരെ പോപ്പുലർ ആയിട്ട് ചോദിക്കാറുണ്ട്. പിന്നെ ബ്ലോക്ക് 4 യൂണിറ്റ് 12 എത്തിക്സ് ഇൻ സെല്ലിംഗ് ആണ്. സോ അതൊരു 33% ആണ് അതിന്റെ പ്രോബബിലിറ്റി. ലോ റെലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അതായത് നോട്ട്, ഷോർട്ട് നോട്ട് അങ്ങനത്തെ രീതിയിൽ മാത്രമാണ് ഇത് കണ്ടിട്ടുള്ളത്. ഇനി ബ്ലോക്ക് 4 യൂണിറ്റ് 12 എത്തിക്സ് ഇൻ സെല്ലിംഗ് ഉണ്ട്. സോ അതും ഇതേപോലെ ലോ റെലവൻ്റ് ആയിട്ട് 33% ആണ് ചോദിക്കാൻ ചാൻസ്. ഷോർട്ട് നോട്ട് എന്ന രീതിയിലായിട്ട് നമ്മൾ കാണാറുണ്ട്. പിന്നെ ബ്ലോക്ക് 3 യൂണിറ്റ് 8 പ്രോസ്പെക്ടിങ് ആൻഡ് ക്വാളിഫയിങ് ആണ്. അതും 33% പ്രോബബിലിറ്റിയിൽ ലോ റെലവൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. കേസ് അല്ലെങ്കിൽ ഒരു ഷോർട്ട് നോട്ടൊക്കെ ആയിട്ടാണ് യൂഷ്വലി ഈ ഒരു ടോപ്പിക്ക് ചോദിക്കാറ്. പിന്നെ ബ്ലോക്ക് 1 യൂണിറ്റ് 4 സെയിൽസ് ഫോഴ്സ് മാനേജ്മെന്റ് ആണ്. സോ അത് 33% തന്നെയാണ്. ലോ റെലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഒരു സബ്സെക്ഷനിൽ ഒരു ക്വസ്റ്റൻ ഒക്കെ ആയിട്ടാണ് ചോദിക്കാറ്. പിന്നെ ബ്ലോക്ക് 4 യൂണിറ്റ് 14 കരിയർ ഇൻ പേഴ്സണൽ സെല്ലിംഗ് ഉണ്ട്. ഒരു 17% ഒക്കെയാണ് ചോദിക്കാൻ ചാൻസ്. ലോ റെലവൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ആൻഡ് റയർലി ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. അതായത് നമ്മളൊരു 6 ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് അതിൽ ഒരെണ്ണത്തിലേക്കാണ് ഈ ഒരു ടോപ്പിക്ക് വന്നിട്ടുള്ളത്. സോ നമ്മളവിടെ മെയിനായിട്ട് ഹൈ റെലവൻ്റ് എന്ന് പറഞ്ഞാൽ എബവ് 70% പ്രഡിക്റ്റബിലിറ്റി വെച്ചിട്ടാണ് നമ്മൾ ഹൈ റെലവൻ്റ് ആക്കി പറയുന്നത്. മീഡിയം എന്ന് പറഞ്ഞ് 40 to 69% ആണ് അതിൻ്റെ പ്രോബിലിറ്റി എന്ന് പറയുന്നത്. ആൻഡ് ബിലോ 40% ഉള്ളതൊക്കെ നമ്മൾ ലോ റെലവൻ്റ് ആയിട്ടാണ് കാണിച്ചിട്ടുള്ളത്. സോ ഇത് നമ്മുടെ ഒരു വിഷ്വൽ ഇൻഡിക്കേറ്റർ സ്ട്രിപ്പാണ്. നമ്മുടെ ടോപ്പിക്സ് വെച്ചിട്ടുള്ള ഒരു സ്ട്രിപ്പാണ്. അപ്പോൾ ഇത് നോക്കിയാൽ അറിയാം പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് 100% ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ടോപ്പിക്കാണ്. അതേപോലെ പ്രോസസ് സെയിൽസ്മാൻഷിപ്പ് ഒരു 83%. പിന്നെ അതിൻ്റെ കുറച്ച് കുറവായിട്ടാണ് ബയർ കൺസ്യൂമർ എന്നുള്ളത്. അതേപോലെ സെയിൽസ് ക്ലോസിങ്ങും മാനേജ്മെന്റ്, അതേപോലെ പ്രസന്റേഷൻ കാര്യങ്ങളൊക്കെ. പിന്നെ റിപ്പോർട്ട്, മോട്ടിവേഷൻ ഒക്കെ ഉള്ളത് ഒരു 50% ചാൻസ് ആണ് ചോദിക്കാൻ. ആൻഡ് എത്തിക്സ്, പ്രോസ്പെക്ടിങ്, സെയിൽസ് ഫോഴ്സിനൊക്കെ പറയുന്നത് ഒരു 33% ആണ്. ആൻഡ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞ ടോപ്പിക് കരിയറിനെ റിലേറ്റ് ചെയ്ത ടോപ്പിക് എന്ന് പറയുന്നത് ഒരു 17% ആണ്. അതിൻ്റെ ഒരു നമ്മളിപ്പോൾ ഈ നേരത്തെ പറഞ്ഞ അതേ തന്നെ ഒരു വിഷ്വൽ റെപ്രസെൻറ്റേഷൻ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. സോ ഇനി പ്രയോറിറ്റി സ്റ്റഡി ലിസ്റ്റും അതിൻ്റെ സ്ട്രാറ്റജിയാണ്. അപ്പോൾ നമ്മൾ ഈ ഹൈ പ്രയോറിറ്റി ഉള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത് പേഴ്സണൽ സെല്ലിംഗ്, അതിൻ്റെ കൺസെപ്റ്റ്, ഫീച്ചേഴ്സ്, ഒബ്ജക്റ്റീവ്സ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. ആൻഡ് പേഴ്സണൽ സെല്ലിങ്ങിൻ്റെ പ്രോസസ്സും നന്നായിട്ട് പഠിക്കുക. അതേപോലെ സെയിൽസ്മാൻഷിപ്പ് എന്താണ്, അതിൻ്റെ ക്വാളിറ്റീസ്, ഫങ്ഷൻസ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുക. ബൈയിങ് മോട്ടീവ്സും അതിൻ്റെ ടൈപ്സ്, ആപ്ലിക്കേഷൻസ്. സോ ഈ പറയുന്ന 4 ടോപ്പിക്സും മിസ്സാവാതെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. പിന്നെ മീഡിയം പ്രയോറിറ്റി, അതായത് 40 to 69% മീഡിയം പ്രയോറിറ്റി വരുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ ബയർ വേഴ്സസ് കൺസ്യൂമർ ബിഹേവിയർ ആണ്. പിന്നെ സെയിൽസ് ക്ലോസിംഗ് ടെക്നിക്സ് ആണ്. പിന്നെ സെയിൽസ് മാനേജ്മെന്റ്, അതിന്റെ ഇമ്പോർട്ടൻസും സ്കോപ്പും ഉണ്ട്. പിന്നെ പ്രസന്റേഷൻ ആൻഡ് ഡെമോൺസ്ട്രേഷൻ, അതിന്റെ സ്റ്റെപ്സ്, സ്ട്രാറ്റജീസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് സെയിൽസ് റിപ്പോർട്ട്, അത് ഒബ്ജക്റ്റീവ്സും ഫീച്ചേഴ്സും പറയുന്നുണ്ട് അതിൽ. പിന്നെ മോട്ടിവേഷൻ, അതിൽ മാസ്ലോസ് നീഡ് ഹൈറാർക്കിയും അത് നമ്മൾ സെയിൽസിൽ അപ്ലൈ ചെയ്യുന്നതിൻ്റെ കാര്യങ്ങളൊക്കെയാണ്. സോ ഈ ഒരു ടോപ്പിക്സും നിങ്ങൾ എന്തായാലും പഠിക്കുക. ലോ പ്രയോറിറ്റി ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇത് എത്തിക്സ് ഇൻ സെല്ലിംഗ്, അതേപോലെ പ്രോസ്പെക്ടിങ് ആൻഡ് ക്വാളിഫയിങ് എന്താണ്, പിന്നെ സെയിൽസ് ഫോഴ്സ് മാനേജ്മെന്റും, അതേപോലെ കരിയർ ഇൻ പേഴ്സണൽ സെല്ലിംഗ് ആണ്. സോ ഇത് തീരെ നോക്കണ്ടെന്നല്ല, എന്നാലും ഒന്ന് ജസ്റ്റ് നോക്കി വെക്കുക. നമ്മളിപ്പോൾ ചോദിച്ചാൽ എഴുതാൻ പറ്റുന്ന രീതിയിലേക്ക് ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കുക. സോ ഹിയർ കംസ് ദി പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ. സോ നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞ നമ്മൾ ഈ ഒരു ട്രെൻഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഒരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ക്വസ്റ്റ്യൻസും നിങ്ങൾ നോക്കുക. ഏതെങ്കിലും മിസ്സായിട്ടെങ്കിൽ ആ ടോപ്പിക്സ് ഒക്കെ ഒന്ന് കവർ ചെയ്യുക. സോ BCOS 186 പേഴ്സണൽ സെല്ലിംഗ് ആൻഡ് സെയിൽസ്മാൻഷിപ്പ്, ബാച്ചലർ ഓഫ് കൊമേഴ്സ്, ടേം ആൻഡ് എക്സാമിനേഷൻ ജൂൺ 2025. സോ മാക്സിമം മാർക്ക് 100 ആണ്. 3 hours ആണ് അതിൻ്റെ എക്സാം ടൈം ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. സോ ഇൻസ്ട്രക്ഷൻസ് നോക്കാം. ആൻസർ എനി 5 ക്വസ്റ്റ്യൻസ്. നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ നിന്ന് ഏതെങ്കിലും 5 ക്വസ്റ്റ്യൻ ആണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. എല്ലാ ക്വസ്റ്റ്യനും ഈക്വൽ മാർക്സ് തന്നെയാണ് വരുന്നത്. ആൻഡ് ഓരോ ക്വസ്റ്റ്യനും ഇറ്റ് ഷുഡ് ബി കോംപ്രിഹെൻസീവ് ആൻഡ് ടു ദി പോയിന്റ്. ആൻഡ് നമ്മുടെ ഓരോ ആൻസേഴ്സിനും വി ഷുഡ് സപ്പോർട്ട് ഇറ്റ് വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾസ്. ആൻഡ് എവിടെയൊക്കെ നമുക്ക് ഡാറ്റാസും കാര്യങ്ങളൊക്കെ വേണം അതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് എഴുതണം. ആൻഡ് ഇംഗ്ലീഷിലാണ് നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യേണ്ടത്. സോ നമുക്ക് ഇതിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലും 5 ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്താൽ മതി. എല്ലാത്തിനും ഈക്വൽ മാർക്സ് ആയിട്ടാണ് വരുന്നത്. സോ മൂവിങ് ടു ദി ക്വസ്റ്റ്യൻസ്. So question number 1 is, a new FMGC company wants to expand its product reach using personal selling. So define personal selling, outline its main features, and critically discuss the process step the company should follow, providing a practical plan for their field sales team.
സോ ഒരു ഡീറ്റെയിൽഡ് ആൻസർ എഴുതാനുള്ള രീതിയിൽ ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. 20 മാർക്സിനാണ്. സോ നമ്മൾ യൂണിറ്റ് 1 ബ്ലോക്ക് 1 യൂണിറ്റ് 1 എന്താണ് പേഴ്സണൽ സെല്ലിംഗ്, അതിന്റെ കൺസെപ്റ്റ്, ഫീച്ചേഴ്സ്, പ്രോസസ്സ് എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ ഒരു ആൻസർ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. പിന്നെ ക്വസ്റ്റ്യൻ നമ്പർ 2 അതും 20 മാർക്സിനാണ് ചോദിച്ചിട്ടുള്ളത്. സോ കൺസിഡർ ദ ഫോളോയിങ് സ്കെനാരിയോ. Two types of salespersons, order takers and order creators, are being considered for a new electronic retail chain. Distinguish between these roles and design a evaluation grid with at least 5 criteria to help management select the right profile. Support your answer with recent arguments. So ഈ ഒരു രീതിയിൽ ഒരു സ്കെനാരിയോ ടൈപ്പിലുള്ള ഒരു ക്വസ്റ്റൻ ആണ് വന്നിട്ടുള്ളത്. സോ നമ്മൾ യൂണിറ്റ് 2 ബ്ലോക്ക് 1 യൂണിറ്റ് 2 സെയിൽസ്മാൻഷിപ്പിൽ വരുന്നതാണ്. ടൈപ്സ്, ക്വാളിറ്റീസ്, ഫംഗ്ഷൻസ് ഒക്കെ നമുക്ക് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാം. നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ, അല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി PG MBA എല്ലാം നേടാം. ഇഗ്നോ നൽകി വരുന്ന 36ഓളം പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ട് ലേൺവൈസിൽ അവൈലബിൾ ആണ്. തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ മറ്റ് സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിന് എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ്. ലേൺവൈസിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായിട്ട് എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 3 അഗെയിൻ 20 മാർക്സ് തന്നെയാണ്. സോ ഒരു കേസ് സ്റ്റഡിയാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഋതു, സെയിൽസ് മാനേജർ, ഒബ്സർവ്സ് ഹെർ ടീം ഓഫൻ ഫെയിൽസ് ടു ക്ലോസ് ഡീൽസ് despite good presentations. So using data from her last 50 meetings, that is 30% close ചെയ്തിട്ട് 40% stall and 30% lost ആണ്. So analyze the probable weaknesses in the sales closing stage. Recommend at least 3 closing techniques and draft a sample closing dialogue for 1. സോ ഇത് നമ്മൾ യൂണിറ്റ് 10 ബ്ലോക്ക് 3 യൂണിറ്റ് 10 വരുന്ന സെയിൽസ് ക്ലോസിംഗ് ടെക്നിക്സ് ആണ്. സോ അത് നമ്മൾ ആപ്ലിക്കേഷൻ ലെവലിലാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം നിങ്ങൾ അതായത് അതിൻ്റെ വീക്ക്നെസ്സും കാര്യങ്ങളും അനലൈസ് ചെയ്യണം. അതേപോലെ അറ്റ്ലീസ്റ്റ് 3 ക്ലോസിംഗ് ടെക്നിക്സ് തിയറട്ടിക്കലി എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഒരു സാമ്പിളും കൂടെ നമ്മൾ അവിടെ ഡ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 4 20 മാർക്ക് തന്നെയാണ്. എക്സ്പ്ലെയിൻ ദ കൺസെപ്റ്റ് ഓഫ് ബൈയിങ് മോട്ടീവ്സ്. ക്രിയേറ്റ് എ ടേബിൾ കോൺട്രാസ്റ്റിംഗ് ഇമോഷണൽ ആൻഡ് റാഷണൽ ബൈയിങ് മോട്ടീവ്സ് യൂസിംഗ് 5 റിയൽ വേൾഡ് പ്രോഡക്റ്റ് എക്സാമ്പിൾസ്. Then design a brief questionnaire, 5 item, that a salesperson could use to assess customer motives during a sales call. So ഇതിൽ നമ്മൾ ബ്ലോക്ക് 2 യൂണിറ്റ് 5 ബൈയിങ് മോട്ടീവ്സിനെ കുറിച്ചാണ്. അതിന്റെ ടൈപ്സും കാര്യങ്ങളും എഴുതാൻ പറഞ്ഞു. പിന്നെ ആപ്ലിക്കേഷൻ ലെവലിൽ വരുന്നതാണ് 5 ഐറ്റംസ് വരുന്ന ബ്രീഫ് ആയിട്ടൊരു ക്വസ്റ്റ്യനെയറും കൂടി ഡിസൈൻ ചെയ്യാനാണ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 5 20 മാർക്സ് തന്നെയാണ്. എ കമ്പനി വാണ്ട്സ് ടു ലോഞ്ച് എ ന്യൂ സ്കിൻ കെയർ പ്രോഡക്റ്റ്. ആസ് എ കൺസൾട്ടന്റ് ഡെവലപ്പ് എ സ്ട്രക്ചർഡ് അപ്രോച്ച് ടു identify and profile its target buyer and distinguish them from consumers. So you use demographic and psychophysiographic data in your plan and explain why understanding this distinction is critical for effective personal selling. So the unit 6 block 2 unit 6 buyer versus consumer behavior നെയാണ് ഈ ഒരു ടോപ്പിക് വരുന്നത്. സോ ഇതാണ് ക്വസ്റ്റ്യൻ നമ്പർ 6 എന്ന് പറയുന്നത്. സോ നമുക്ക് അവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ഒരു 4 റിപ്പോർട്ട് ഐഡിയസ് തന്നിട്ടുണ്ട്. 101, 102, 103, 104. അതിൻ്റെ റീജിയൻ നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത് ഉണ്ട്. എത്ര കോൾസ് ഉണ്ടായി, എത്ര സെയിൽസ് ക്ലോസ് ചെയ്തു, കസ്റ്റമർ കംപ്ലൈൻസ് ആണ് തന്നിട്ടുള്ളത്. സോ ഇത് വെച്ചിട്ട് ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ പോലെയാണ് വരുന്നത്. സോ ഇന്റർപ്രറ്റ് ദ ഡാറ്റ, ഹൈലൈറ്റ് 2 best practices for reporting and suggest 2 actionable improvements for underperforming regions. So ഇതിൽ നമ്മൾ അണ്ടർ പെർഫോം ചെയ്യുന്ന റീജിയൻസിന് പറ്റിയിട്ടുള്ള പെർഫോമൻസ് ഒരു ഇംപ്രൂവ്മെന്റ് ആക്ഷൻസ് എന്തൊക്കെയാണ്, അതേപോലെ 2 ബെസ്റ്റ് റിപ്പോർട്ടിംഗ് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഹൈലൈറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ ബ്ലോക്ക് 4 യൂണിറ്റ് 11 സെയിൽസ് റിപ്പോർട്ടിനെയാണ് അതിന്റെ ഒബ്ജക്റ്റീവ്സ്, ഫീച്ചേഴ്സ്, അപ്ലിക്കേഷൻസ് ഒക്കെയാണ് ഇതിൽ മെയിൻ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 7 20 മാർക്സ് തന്നെയാണ്. പ്രസന്റേഷൻ ആൻഡ് ഡെമോൺസ്ട്രേഷൻ ആർ pivotal in personal selling. Develop a stepwise process chart for an effective sales demonstration of a health supplement, including pre-approach, main demonstration, and follow-up. Identify 3 essential skills a salesperson should display at each stage.
സോ അതിൽ നമ്മൾ ബ്ലോക്ക് 3 യൂണിറ്റ് 9 സെയിൽസ് പ്രസന്റേഷൻ ഡെമോൺസ്ട്രേഷൻ ആണ് ഈ ഒരു ടോപ്പിക്ക് വരുന്നത്. അപ്പോൾ അതിന്റെ സ്റ്റെപ്സ്, സ്ട്രാറ്റജീസ്, സ്കിൽസ് കാര്യങ്ങളൊക്കെയാണ് ഓരോ സ്റ്റേജിലും എന്തൊക്കെ സ്കിൽസ് ആണ് ഐഡന്റിഫൈ വേണ്ടത് എന്നൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 8, 20 മാർക്സ് തന്നെയാണ്. സോ സെയിൽസ് മാനേജ്മെന്റ് ഇസ് ഇൻക്രീസിംഗ്ലി ഡാറ്റ ഡ്രിവൺ. സപ്പോസ് എ കമ്പനി ട്രാക്സ് ഇറ്റ്സ് സെയിൽസ് ഫോഴ്സ് യൂസിംഗ് KPIs such as conversion rate, call to sale ratio and average deal size. So define each KPI, illustrate with hypothetical figures and discuss how management can use this information to improve overall performance. So നമ്മൾ യൂണിറ്റ് ബ്ലോക്ക് 1 യൂണിറ്റ് 3 സെയിൽസ് മാനേജ്മെന്റ് ആണ്. അപ്പോൾ അതിലാണ് ഇതിന്റെ ഇമ്പോർട്ടൻസും മെഷർമെന്റും കാര്യങ്ങളൊക്കെ വരുന്നത്. സോ അതാണ് ഈ ഒരു ടോപ്പിക് ആ ഒരു യൂണിറ്റിലാണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 9, 20 മാർക്സ്. ആസ് എ ടീം ലീഡർ യു മസ്റ്റ് മോട്ടിവേറ്റ് യുവർ ഡൈവേഴ്സ് സെയിൽസ് ഫോഴ്സ് വിച്ച് ഇൻക്ലൂഡ് ബോത്ത് ന്യൂ റിക്രൂട്ട്സ് ആൻഡ് എക്സ്പീരിയൻസ് സ്റ്റാഫ്. യൂസിംഗ് Maslow's hierarchy of need, create a 2-column table listing 2 financial and 2 non-financial motivators for each category. Explain how these motivators align with Maslow's theory. സോ ഇതിൽ നമ്മൾ യൂണിറ്റ് 7 ബ്ലോക്ക് 2 യൂണിറ്റ് 7 മോട്ടിവേഷനിലാണ് ഈ ഒരു കൺസെപ്റ്റ് വരിക. സോ അതിൽ മാസ്ലോ, അതിലിപ്പോൾ ഫിനാൻഷ്യൽ, നോൺ ഫിനാൻഷ്യൽ മോട്ടിവേറ്റേഴ്സ് ഒക്കെ ഉണ്ട്. സോ അതിൽ ഏതെങ്കിലും 2 ലിസ്റ്റ് ചെയ്യാൻ പറയുന്നത്. അത് ന്യൂ റിക്രൂട്ടേഴ്സിനും എക്സ്പീരിയൻസ് സ്റ്റാഫിനും 2 പേർക്കും നമ്മൾ ലിസ്റ്റ് ചെയ്യണം. ആൻഡ് അത് എങ്ങനെയാണ് മാസ്ലോ തിയറി ആയിട്ട് അലൈൻ ആവുന്നത് എന്നുള്ളതും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 10, 20 മാർക്സ് ആണ്. സോ റീഡ് ദ ഫോളോയിങ് മിനി കേസ് സ്റ്റഡി പോലെയാണ്. ന്യൂ റീജിയണൽ സെയിൽസ് മാനേജർ നോട്ടീസസ് എ ഷാർപ്പ് ഡിക്ലൈൻ ഇൻ റിപ്പീറ്റ് സെയിൽസ്. She suspects poor follow-up post-sale. So draft a standard operating procedure, SOP, for the after-sales follow-up process and recommend 2 monitoring metrics to ensure its effectiveness. So നമ്മൾ ബ്ലോക്ക് 8 യൂണിറ്റ് ബ്ലോക്ക് 3 യൂണിറ്റ് 8 സെയിൽസ് പ്രോസസ്സിൽ വരുന്നതാണ്. അതിന്റെ സ്റ്റെപ്പ് ഫോളോ അപ്പ് മോണിറ്ററിങ് കാര്യങ്ങളൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യണം. കാരണം ഫസ്റ്റ് ഒരു സ്റ്റെപ്സ് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതിന്റെ അതേപോലെ അതിന്റെ എഫക്റ്റീവ്സ് എൻഷുർ ചെയ്യാനുള്ള രണ്ട് മോണിറ്ററിങ് മെട്രിക്സും കാര്യങ്ങളും റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 11, 20 മാർക്സ് തന്നെയാണ്. അതിൽ എത്തിക്കൽ കണ്ടക്ടേഴ്സ് ഇന്റഗ്രൽ ഇൻ പേഴ്സൺ സെല്ലിംഗ്. Imagine a situation where a salesperson faces a conflict between meeting targets and honest representation of product limitations. Discuss the ethical issues involved and outline a code of conduct to guide the salesperson's actions. So block 4 യൂണിറ്റ് 12 വരുന്നൊരു കൺസെപ്റ്റാണ് എത്തിക്സ് ഇൻ സെല്ലിംഗ്. അപ്പോൾ അതിന്റെ ഇഷ്യൂസും അതിന്റെ കോഡ്സും കാര്യങ്ങളൊക്കെയാണ് നമ്മളിതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. So moving to the next and last question number 12, 20 മാർക്സ് തന്നെയാണ്. സോ ഷോർട്ട് നോട്ട്സ് ആണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. ഇതിൽ നമ്മൾ ഏതെങ്കിലും ഏതെങ്കിലും 4 ഉണ്ട്. അതിൽ ഏതെങ്കിലും 2 കുറിച്ചാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഓരോന്നിനും 10 മാർക്സ് വെച്ചിട്ട് 20 മാർക്സ് ആണ് കേട്ടോ. ഒരു 200 വേർഡ്സിൽ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. സോ അതിൽ എ പാർട്ട് എന്ന് പറയുന്നത് റോൾ ഓഫ് ടെക്നോളജി ഇൻ മോഡേൺ സെയിൽസ് റെപ്രസെന്റേഷൻസ് ആണ്. പിന്നെ ബി എന്ന് പറയുന്നത് ടെക്നിക്സ് ഫോർ ഹാൻഡ്ലിംഗ് ഒബ്ജെക്ഷൻസ് ഡ്യൂറിംഗ് ദ സെയിൽസ് പ്രോസസ്. പിന്നെ സി എന്ന് പറയുന്നത് കരിയർ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ഗ്രോത്ത് പാത്ത് ഇൻ പേഴ്സണൽ സെല്ലിംഗ്. ഡി എന്ന് പറയുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ സെല്ലിംഗ് ആൻഡ് മാർക്കറ്റിംഗ്. സോ അപ്പം ഇത്രയാണ് നമ്മുടെ ഒരു പ്രൊഡക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു രീതിയിൽ നമ്മളിപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഒന്ന് നന്നായി നോക്കിയിട്ട് പോവുക. അതായത് ഈ ഒരു പോർഷൻസും കൂടെ കവർ ചെയ്യുക. ഓക്കെ, അപ്പം ഇതിൽ നമുക്കിപ്പം റിവൈസ് ചെയ്യുന്ന സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടാവും. സോ നിങ്ങളൊക്കെ എന്ത് ഈ ഒരു ഇതിൻ്റെയൊക്കെ ആൻസേഴ്സ് പറ്റുകയാണെങ്കിൽ ടൈം അനുസരിച്ച് ഇതിൻ്റെ ആൻസർ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളൊരു എക്സാം അറ്റൻഡ് ചെയ്യുന്ന പോലെ ഒരു 3 hour മാറ്റി വെച്ചിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുന്ന രീതിയിൽ തന്നെ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളിൽ പഠിക്കാത്ത ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പഠിച്ചിട്ട് ലൈക്ക് ആൻ എക്സാം അപ്പിയർ ചെയ്യുന്ന പോലെ തന്നെ ഒരു സാമ്പിൾ എക്സാം പോലെ നിങ്ങൾ അപ്പിയർ ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ പറ്റിയില്ലെങ്കിൽ പോലും ഈ ഒരു പറയുന്ന എല്ലാ ക്വസ്റ്റ്യൻസും എല്ലാം നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. നമ്മൾ ആൻസർ ചെയ്യുമ്പം കറക്റ്റായിട്ട് ടു ദ പോയിന്റ് നല്ല രീതിയിൽ ആൻസർ ചെയ്യാം. സോ ഈ ഒരു സെഷനിലൂടെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ദാറ്റ് ഈസ് എങ്ങനെയാണ് നമ്മുടെ പാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ വെച്ചിട്ട് നമ്മുടെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ്, ഏതൊക്കെയാണ് ടോപ്പ് ആയിട്ടുള്ള ദാറ്റ് ഈസ് ഹൈ റെലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണ് എന്നുള്ളതൊക്കെ. സോ ആ ടോപ്പിക്സ് ഒക്കെ നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കുക. മിസ്സായിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കവർ ചെയ്യാം. ഓക്കെ, സോ ഈ ഒരു സെഷൻ വളരെ ഹെൽപ്ഫുൾ ആവും നിങ്ങൾക്ക്. So thank you and wish you all the best for your exams.